ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക വളർച്ചയുടെ ഭാവി നിശ്ചയിക്കുമോ ബഡ്ജറ്റ്? വളർച്ചാ മുന്നേറ്റത്തിന് എന്ത് മാജിക്കാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാഴ്ചവെക്കുക? നികുതി പരിഷ്കാരങ്ങളടക്കമുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകുമോ? 2025 സ്വർണ്ണവർഷം ആവർത്തിക്കപ്പെടുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. നികുതി ലളിതവൽക്കരണം, മൂലധന നിക്ഷേപം, ഉപഭോഗം എന്നിങ്ങനെ ഇത്തവണത്തെ പ്രഥമ പരിഗണനാ വിഷയങ്ങൾ ഏറെയാണ്. വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടാവണമെന്നാണ് എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആവശ്യം. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുന്ന അടിസ്ഥാന രേഖയായി ഈ ബഡ്ജറ്റ് മാറുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബഡ്ജറ്റാണ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരുമോ, അതോ കയ്യടി നേടാനുള്ള തന്ത്രങ്ങളും ഡൽഹിയിൽ അധികാരം പിടിക്കാനുള്ള ചെപ്പടി വിദ്യകളും മാത്രമായി ഒതുങ്ങുമോ എന്നതാണ് ഉയർന്നു കേൾക്കുന്ന പ്രധാന ചോദ്യം. വ്യക്തിഗത നികുതിദായകർക്ക് നികുതി ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന ഇളവ് പരിധിയിലെ വർധനവും വിവിധ വിഭാഗങ്ങൾക്ക് കീഴിലുള്ള കിഴിവുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബഡ്ജറ്റ് അവതരണത്തിനു ശേഷം നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നികുതി ഇളവ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ചരക്ക് സേവന നികുതി യുക്തിസഹജമാക്കുമെന്നാണ് വ്യവസായ മേഖലയുടെ പ്രതീക്ഷ. സാമ്പത്തിക വളർച്ചയ്ക്ക് മൂലധന ചെലവിൽ ഗണ്യമായ വർധനവ് വേണമെന്ന ആവശ്യം ശക്തമാണ്. ഏകദേശം 11 ട്രില്യൺ രൂപയുടെ നിർദ്ദേശങ്ങൾ ഇതേവരെ ലഭിച്ചിട്ടുണ്ട്. വളർച്ചയും നിക്ഷേപവും ഉത്തേജിപ്പിക്കുന്നതിന് റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ പ്രത്യേക നയങ്ങളും പ്രോത്സാഹനങ്ങളും തേടുന്നു. ധനക്കമ്മി കുറയ്ക്കുന്നതിനും പൊതുകടം കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങളും ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം ഉയർന്ന ചികിത്സാ ചെലവ് പരിഹരിക്കാൻ ബജറ്റ് സഹായിക്കുമെന്നാണ് സാധാരണക്കാരന്റെ പ്രതീക്ഷ. ആരോഗ്യ സേവനങ്ങളുടെ GST കുറയ്ക്കുന്നതിനും പൊതുജന ആരോഗ്യ സൗകര്യങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ ഉണ്ടായേക്കാം. ഭവന വായ്പകളുടെ പലിശയ്ക്കുള്ള കിഴിവ് പരിധി സർക്കാർ വർദ്ധിപ്പിച്ചേക്കാം. ഇതെല്ലാമാണ് ബജറ്റിനെ സംബന്ധിക്കുന്ന പ്രതീക്ഷകൾ. ഗ്രാമവികസനത്തിനും കാർഷിക സബ്സിഡികൾക്കുമായുള്ള വർദ്ധിച്ച ചെലവ് ഗ്രാമീണ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. സ്വർണം റെക്കോർഡ് വിലയ്ക്ക് തൊട്ടടുത്താണ്. ഈ വർഷവും സ്വർണ്ണവർഷമാകുമെന്ന് ഏറെക്കുറെ തീർച്ചയായ മട്ടാണ്. 2025 സ്വർണ്ണവിലയ്ക്ക് നിർണായക വർഷമാണെന്നാണ് കണക്കുകൂട്ടൽ. ട്രംപ് അധികാരത്തിലെത്തുന്നതും അമേരിക്കൻ ഫെഡിന്റെ നീക്കങ്ങളും സ്വർണ്ണവിലയെ ബാധിക്കും. നിലവിൽ അമേരിക്കയുടെ പൊതുകടം ഉയർന്ന നിരക്കിലായതിനാൽ സമ്പദ് വ്യവസ്ഥയെ ട്രംപ് മസ്ക് കൂട്ടുകെട്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും സ്വർണ്ണവില കുറയാൻ കാരണമാകും. ട്രംപിന്റെ പോളിസികൾ പണപ്പെരുപ്പം ഉയർത്തിയേക്കാം. ഡോളർ ശക്തി പ്രാപിച്ചാലും സ്വർണ്ണവില ഇടിയാം. മാത്രമല്ല, പലിശ നിരക്ക് ഉയർന്ന നിലയിൽ നിർത്തേണ്ടി വന്നാലോ അല്ലെങ്കിൽ കൂട്ടേണ്ട സാഹചര്യം വന്നാലോ സ്വർണ്ണവിലയിൽ ശക്തമായ ഇടിവുണ്ടാകുമെന്നാണ് സൂചന. കുറയുമെന്ന സൂചനകൾ ശക്തമായി നിലനിൽക്കുമ്പോഴും സ്വർണ്ണവില കുതിപ്പിൽ തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷമായി 1700-നും 2000 ഇടയിൽ കാര്യമായി ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $2050 നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് $2790 വരെ ഉയർന്നു. ഏകദേശം 38% ഉയർച്ചയാണ് വിപണിയിലുണ്ടായത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം പാം ഓയിൽ ഇറക്കുമതിയിൽ വൻഇടിവ്. ഭക്ഷ്യ എണ്ണ വിപണിയിലെ വിലക്കയറ്റം നാളികേര ഉൽപ്പന്നങ്ങൾ നേട്ടമാക്കുന്നു. ആഗോള വിപണിയിലെ തളർച്ച ഇന്ത്യൻ കുരുമുളക് വിപണിയിലും പ്രതിഫലിച്ചത് ഉൽപ്പന്ന വില താഴ്ത്തി. പകൽ ചൂടിൽ ഹൈ റേഞ്ചിലെ ഏലത്തോട്ടങ്ങൾ പ്രതിസന്ധിയിലേക്ക്. വില ഉയർത്താതെ റബ്ബർ സംഭരണത്തിനുള്ള ശ്രമത്തിൽ ടയർ നിർമ്മാതാക്കൾ. പാമോയിൽ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് കരുത്തു നൽകി. 3 പതിറ്റാണ്ടായി വെളിച്ചെണ്ണ വിപണിയുടെ മുന്നേറ്റത്തിന് ഭീഷണിയായി തുടരുകയായിരുന്നു ഇന്തോനേഷ്യ, മലേഷ്യൻ പാമോയിൽ വരവ്. നവംബർ-ഡിസംബറിൽ വിദേശ പാമോയിൽ വരവ് കുറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് ഉയർത്തിയതിനൊപ്പം വെളിച്ചെണ്ണ വില ഉയരാൻ അവസരമൊരുക്കി. പിന്നിട്ട 2 മാസങ്ങളിൽ പാമോയിൽ ഇറക്കുമതി 24% കുറഞ്ഞത്. ക്രൂഡ് പാമോയിലിനും ശുദ്ധീകരിച്ച പാമോയിലിനും ഇറക്കുമതി ഡ്യൂട്ടി കേന്ദ്രം ഉയർത്തി നിശ്ചയിച്ചതാണ് വരവ് ചുരുങ്ങാൻ ഇടയാക്കിയത്. വില കുറവുള്ള സൂര്യകാന്തി, സോയ എണ്ണകളുടെ ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു.
നവംബറിന് ശേഷം വെളിച്ചെണ്ണ വില ക്വിന്റലിന് ഇതിനകം 2700 രൂപ ഉയർന്ന് 22,500 രൂപയായി. കൊപ്ര വില 14,800 രൂപയാണ്. ആഗോള വിപണിയിൽ മുഖ്യ കുരുമുളക് ഉൽപാദന രാജ്യങ്ങൾ വില ഉയർത്തി. വിയറ്റ്നാം മുളക് വിലയിൽ സംഭവിച്ച സാങ്കേതിക തിരുത്തലിനിടയിലാണ് ഇതര ഉൽപാദകർ നിരക്കുയർത്തിയത്. ഇന്തോനേഷ്യയും കുരുമുളക് വില ഉയർത്തി. കരുതൽ ശേഖരം ചുരുങ്ങുന്നതും അടുത്ത വിളവെടുപ്പിന് 5 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നതും ചരക്ക് പിടിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു. ഇന്തോനേഷ്യ കുരുമുളക് ടണ്ണിന് $7,155 ഉയർത്തി. മലേഷ്യൻ കുരുമുളക് വില $9,000. ഇന്ത്യൻ നിരക്ക് $7,800. കൊച്ചിയിൽ കുരുമുളക് അൺഗാർബിൾഡ് 64,200 രൂപയാണ്. കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ കരിമസാല ഔഷധ വ്യവസായികളും ജാതിക്ക ശേഖരിക്കാൻ താൽപര്യം കാണിച്ചു. ഉൽപാദന മേഖലയിൽ നിന്നും വിപണികളിലേക്കുള്ള ജാതിപത്രി വരവ് ശക്തമല്ല. ഉത്തരേന്ത്യൻ ഔഷധ വ്യവസായികൾ മികച്ച ഇനം ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു. ഹൈറേഞ്ചിൽ ജാതിക്ക കിലോ 350 രൂപയിലും നെടുക്കണ്ടത്ത് 370 രൂപയിലും ഇടപാടുകൾ നടന്നു. മധ്യകേരളത്തിൽ ജാതിക്ക 280-320 രൂപയിലാണ്. മികച്ച ഇനം ജാതിക്ക, ജാതിപത്രി തുടങ്ങിയവ ഗൾഫ് കയറ്റുമതി ലക്ഷ്യമാക്കി ഇടപാടുകാർ ശേഖരിക്കുന്നുണ്ട്. ഏലം ഉൽപാദന മേഖല കനത്ത പകൽച്ചൂടിന്റെ പിടിയിലാണ്. ഈ നില തുടർന്നാൽ വിളവെടുപ്പ് അടുത്ത മാസത്തിലേക്ക് നീളില്ലെന്ന സൂചനയാണ് ഉൽപാദകരിൽ നിന്നും ലഭ്യമാകുന്നത്. ഇതിനിടയിൽ കാത്തുനിന്നാൽ കണക്കുകൂട്ടൽ പ്രകാരം ഏലക്ക സംഭരണം നടക്കുമോ എന്ന ആശങ്കയിലാണ് ആഭ്യന്തര വാങ്ങലുകാരും കയറ്റുമതി സമൂഹവും. ലഭ്യത ഉറപ്പുവരുത്താൻ വാങ്ങലുകാർ മത്സരിച്ചതോടെ ശരാശരി ഇനങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ കിലോ 3,100 രൂപയ്ക്ക് മുകളിൽ നിലകൊണ്ടു. രാജ്യാന്തര റബ്ബർ വിപണി പുതിയ ദിശ തേടുകയാണ്. ജപ്പാൻ നാണയമായ യെൻ കരുത്തു തിരിച്ചുപിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ കേന്ദ്ര ബാങ്ക് ഈ വാരം പലിശ നിരക്ക് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് റബ്ബർ മാർക്കറ്റിനെ ഏത് വിധം ബാധിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ലാത്തത് മുൻനിർത്തി ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ അവധി വ്യാപാരത്തിലെ ബാധ്യതകൾ കുറയ്ക്കാൻ തിടുക്കം കാണിച്ചു. ഇതിന്റെ ചുവടുപിടിച്ച് മുഖ്യ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിലും റബ്ബർ വില കുറഞ്ഞു. കേരളത്തിൽ ഉയർന്ന താപനില തുടരുന്നതിനാൽ ടാപ്പിംഗ് മാസാന്ത്യത്തോടെ നിർത്തിവെക്കേണ്ടതായി വരുമെന്ന സൂചനയാണ് പല ഭാഗങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. ടയർ കമ്പനികൾ പക്ഷേ നിരക്ക് ഉയർത്തി ഷീറ്റ് ശേഖരിക്കാൻ ഇനിയും താൽപര്യം കാണിച്ചിട്ടില്ല. 4ാം ഗ്രേഡ് 19,100 രൂപയിലും 5ാം ഗ്രേഡ് 18,700 രൂപയിലും വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഏറ്റവും കനം കുറഞ്ഞ ഐഫോണുമായി ആപ്പിൾ ഈ വർഷം വിപണിയിലെത്തിയേക്കും. വെല്ലുവിളിയുമായി സാംസങ്ങിന്റെ പ്രഖ്യാപനവും. ഈ മോഡൽ നിലവിലെ പ്ലസ് വേരിയന്റിനെ മാറ്റിസ്ഥാപിക്കുമെന്നാണ് പ്രവചനം. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ ആയിരിക്കും ഇത്. ഐഫോൺ 17 6.25 mm കനമുണ്ടായിരിക്കുമെന്നാണ് ആദ്യം പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ 5.5 mm മാത്രമായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പൂർണ്ണമായും ഡിജിറ്റൽ ഇ-സിം സാങ്കേതിക വിദ്യയിലായിരിക്കും ഫോൺ പ്രവർത്തിക്കുകയെന്നാണ് സൂചന. ഏറ്റവും പുതിയ ഐഫോൺ 16 7.8 mm കനമുണ്ട്. അതേസമയം വെല്ലുവിളിയുമായി സാംസങ്ങും രംഗത്തുണ്ട്. 6 mm മാത്രം കനം വരുന്ന സാംസങ് ഗാലക്സി S25 സ്ലിം മെയ് മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അഭ്യൂഹം. ഈ വർഷം വാഹന വിപണിയിൽ താരമാകാൻ സ്കോഡയും ഫോക്സ് വാഗണും തയ്യാറെടുക്കുകയാണ്. നിരവധി മോഡലുകളാണ് ഇരു കമ്പനികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കാം വാഹന വിശേഷങ്ങളിലേക്ക്. സ്കോഡയുടെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് SUV-യാണ് എൻറോഗ്. മോഡേൺ സോളിഡ് എന്ന ഡിസൈൻ ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആഗോള വിപണിയിൽ 3 ബാറ്ററി വേരിയന്റുകൾ ഇത് ലഭ്യമാകും. 560 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ഉറപ്പ്. 35 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. എന്ന് വിപണിയിലെത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സ്കോഡ എൻലാക്, കൈലാക്, ന്യൂ സ്കോഡ സൂപ്പർ, ഒക്ടേവിയ RS എന്നിവയും ഈ വർഷം വിപണിയിലെത്തുന്നവയാണ്. ഫോക്സ് വാഗന്റെ 4ഓളം പുതിയ മോഡലുകളാണ് നിരത്തിലെത്താനുള്ളത്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിലായി ഇവ ഉപഭോക്താക്കളിലേക്കെത്തും. ന്യൂ ഫോക്സ് വാഗൺ ടിഗ്വാൻ, ഫോക്സ് വാഗൺ ഗോൾഫ് GTI, ഫോക്സ് വാഗൺ ടിഗ്വാൻ R-ലൈൻ, അപ്ഡേറ്റഡ് വെർഷനുകളായ ഫോക്സ് വാഗൺ വിർട്ടസ്, ടൈഗൺ എന്നിവയാണ് ഈ വർഷം അവതരിപ്പിക്കുക. 37 ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. ഗോൾഫ് GTI പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മോഡലായിരിക്കും. സുരക്ഷയും സൗകര്യങ്ങളും ഒരുപോലെ പരിഗണിച്ചാണ് ഫോക്സ് വാഗൺ പുതിയ മോഡലുകൾ നിരത്തിലെത്തിക്കുന്നത്. വിനോദവാരം. ടീസറുകളിലൂടെ ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് തമിഴ് സിനിമകൾ. മാസും ആക്ഷനുമായി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിയുമെന്നാണ് ടീസറുകൾ നൽകുന്ന സൂചന.
ഇത്തവണത്തെ പൊങ്കലിന് തമിഴ് സിനിമാ പ്രേമികൾക്ക് മുന്നിലെത്തിയത് പുതിയ പ്രൊജക്ടുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മുതൽ ആവേശകരമായ ടീസറുകൾ വരെയാണ്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് ഇവയെല്ലാം സ്വീകരിച്ചത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജയിലർ 2വിന്റെ ലോഞ്ച് ആരാധകരെയും തമിഴ് സിനിമാ ലോകത്തെയും ഞെട്ടിച്ചു. ആദ്യ ഭാഗത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ഗംഭീരമായ ഒരു സിനിമാറ്റിക് കാഴ്ചയുടെ തുടർച്ച രണ്ടാം ഭാഗവും നൽകുമെന്നാണ് വാഗ്ദാനം. രജനീകാന്തും നെൽസൺ ദിലീപ് കുമാറും വീണ്ടും ഒന്നിക്കുന്നത് പ്രേക്ഷകരെ ആവേശഭരിതരാക്കുകയാണ്. സൂര്യയുടെയും സംവിധായകൻ വെട്രിമാരന്റെയും ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഏറെ നാളായി കാത്തിരുന്ന വാടിവാസൽ പ്രൊജക്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വെട്രിമാരന്റെ കയ്യൊപ്പുള്ള കഥ പറച്ചിലും സൂര്യയുടെ ശക്തമായ സാന്നിധ്യവും കൊണ്ട് ഈ ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷ. ജനുവരി 16 വിജയ് സേതുപതിയുടെ ജന്മദിനം പ്രമാണിച്ച് ട്രെയിനിന്റെ ടീസർ പുറത്തിറക്കിയിരുന്നു. മിഷ്കിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സസ്പെൻസ്, തീവ്രമായ ആക്ഷൻ എന്നിവയാൽ ചിത്രം പ്രേക്ഷകരെ കയ്യിലെടുക്കുമെന്നാണ് പ്രതീക്ഷ. പ്രദീപ് രംഗനാഥനെ നായകനാക്കി അശ്വത് മാരിമുത്തുവിന്റെ വരാനിരിക്കുന്ന ചിത്രം ഡ്രാഗൺ ഫെബ്രുവരി 14 ഔദ്യോഗികമായി റിലീസിനൊരുങ്ങുന്നു. ഡ്രാമ, ആക്ഷൻ, ചടുലമായ സംഗീതം എന്നിവയാൽ ആകർഷകമായിരിക്കും ഈ ചിത്രം. അജിത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. ട്രെയിലർ ജനുവരി 16 റിലീസ് ചെയ്തു. മകിഴ് തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതിശയിപ്പിക്കുന്ന സംഘടന രംഗങ്ങളും അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതവും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. ഫെബ്രുവരി 6 റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. തൃഷയാണ് ചിത്രത്തിലെ നായിക. ഇനി പ്രധാന ഇവന്റുകൾ. ഏഴാമത് ഇന്ത്യ ഭൂട്ടാൻ മറൈൻ ഷോ 2025 ഈ മാസം 22 മുതൽ 24 വരെ കൊച്ചി ബോൾഗാട്ടി പാലസിൽ. കെ ഫുഡ് എക്സ്പോ അങ്കമാലി അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഈ മാസം 31 മുതൽ ഫെബ്രുവരി 2 വരെ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.